യുക്രൈൻ റഷ്യ യുദ്ധം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കെ ജപ്പാൻ കടലിൽ റഷ്യയും ചൈനയും വൻ നാവികാഭ്യാസം ആരംഭിച്ചു. ലോകരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ 30 വർഷത്തിനിടെ ജപ്പാൻ കടലിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക അഭ്യാസമാണ് ആരംഭിച്ചിരിക്കുന്നത്. 400-ലധികം യുദ്ധക്കപ്പലുകളും 125 വിമാനങ്ങളും 90,000 സൈനികരും ഉൾപ്പെടെ അഭ്യാസം ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കി. റഷ്യക്കെതിരെ തിരിയുന്ന ഏതൊരു ശക്തിയെയും വേണമെങ്കിൽ ഇല്ലാതാക്കാൻ റഷ്യക്ക് കഴിയുമെന്ന് ശത്രുക്കൾ മനസ്സിലാക്കണമെന്നും രാഷ്ട്രീയത്തിനെതിരെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നവർ തങ്ങളുടെ ശക്തി മനസ്സിലാക്കാതെയാണ് പെരുമാറുന്നതെന്നും അത് പുറത്തെടുത്താൽ ഇന്നത്തെ ശത്രുക്കൾ നാളെ ചാമ്പലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനായാണ് ഇപ്പോൾ സംയുക്ത നാവിക വ്യോമ സൈനിക അഭ്യാസം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ചൈനയുടെ ആഭ്യന്തര മന്ത്രാലയവും പറയുന്നു. ജപ്പാൻ കടലിലും ഓക്വാഡ്സ് കടലിലുമായി നടക്കുന്ന അഭ്യാസത്തോടൊപ്പം ഇരു രാജ്യങ്ങളുടെയും ന്യായങ്ങൾ പസഫിക് പര്യടനവും നടത്തുന്നുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും പ്രകോപനമുണ്ടായാൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും ജപ്പാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തോട് ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നതെന്നും ഏത് പ്രകോപനവും നേരിടാൻ സജ്ജമാണെന്നും അമേരിക്കയും പ്രതികരിച്ചു കഴിഞ്ഞു. ഇതോടെ മറ്റൊരു സംഘർഷത്തിന് കൂടി കളമൊരുക്കുകയാണോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. 2020-ലും ഇതിന് സമാനമായ അഭ്യാസം ഇരു രാജ്യങ്ങളിലും നടന്നിരുന്നു. അന്ന് UN-ന്റെ വിലക്ക് മറികടന്നായിരുന്നു സൈനികാഭ്യാസം നടത്തിയത്. ചൈന, ഇറാഖ്, പാകിസ്ഥാൻ എന്നിവരെ കൂട്ടുപിടിച്ചായിരുന്നു അന്ന് റഷ്യ വമ്പൻ ശക്തിപ്രകടനം നടത്തിയത്. കോക്കസ് 2020 എന്ന് പേരിട്ട അഭ്യാസത്തിൽ വൻ വിമർശനവും ഏറ്റുവാങ്ങി. പുതിയ സാഹചര്യത്തിലെ അഭ്യാസ പ്രകടനം പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ റഷ്യയുടെ ശക്തി പ്രകടനത്തിൽ പാകിസ്ഥാൻ, അർമേനിയ, മ്യാൻമാർ, ബാലറസ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലെ സൈനിക വിഭാഗങ്ങളും പങ്കെടുക്കുമെന്നാണ് സൂചന. നേരത്തെ ഇന്ത്യയും അഭ്യാസത്തിന് റഷ്യ ക്ഷണിച്ചിരുന്നെങ്കിലും പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ അത് നിഷേധിക്കുകയായിരുന്നു. സൈനിക വിന്യാസവുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ കാരണം പങ്കെടുക്കുന്നില്ലെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം റഷ്യയെ അറിയിച്ചു. ഇതിനിടെ സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതിനെ ചൈന വിമർശിച്ചിട്ടുണ്ട്. ചൈന പങ്കെടുക്കുന്നു എന്ന കാരണത്താൽ ഇന്ത്യ പിന്മാറിയത് ബാലിശമായ കാരണങ്ങൾ നിരത്തിയാണെന്നും ചൈനയുടെ സാന്നിധ്യം ഇന്ത്യയെ അപ്രസക്തമാക്കുമെന്ന ഭയമാണ് ഇതിന് പിന്നിലെന്നുമാണ് ചൈനയുടെ നിലപാട്. ചൈനയുടെയും റഷ്യയുടെയും നൂതന ആയുധങ്ങൾ അണിനിരക്കുന്ന അഭ്യാസ പ്രകടനത്തിൽ ചൈനയുടെ വെസ്റ്റേൺ കമാൻഡാണ് പങ്കെടുക്കുന്നത്. റഷ്യയുടെ ക്രൂയിസ് മിസൈലുകൾ വഹിക്കുന്ന 13,000 ടണ്ണുള്ള ആണവ ബോട്ടുകളും വിമാനവേധ മിസൈലുകളും അത്യാധുനിക അന്തർവാഹിനികളും പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്.